ശ്രീ ഒ അബ്ദുള്ള, അപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ട് കാണും ഇത് റിലീജിയസ് എസൻഷ്യാലിറ്റി അല്ല. അദ്ദേഹം 5 കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതല്ല മതപരമായിട്ടുള്ള അനിവാര്യത എന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? അതെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇസ്ലാം നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇതാണ് നമ്മൾ ചർച്ചാ വിഷയം. അദ്ദേഹം വേണ്ടാത്ത കുറേ കാര്യം താങ്കൾ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഇത് കൊടുക്കുന്നല്ലാതെ ഇസ്ലാം കാര്യങ്ങൾ എന്ത്, ഈമാൻ കാര്യങ്ങൾ എന്തെന്നുള്ളതാണോ നമ്മുടെ ചർച്ചാ വിഷയം? ഇവിടുത്തെ ചർച്ചാ വിഷയം ഞാൻ പറയാം. വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സ്ത്രീ എന്തെല്ലാം എവിടെയൊക്കെ മറക്കണം, എത്രത്തോളം മറക്കണം. കുല്ലിൽ മോമിനാത്തി യഗ്ളുദുന അബ്സാരിന വഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ. ആ വാക്കെങ്കിലും പഠിക്ക്, ഇല്ലാ മാ ളഹറ മിൻഹ. അതായത് വിശ്വാസിനികളായ സ്ത്രീകളോട് പറയുവാറ് മറ്റ് പുരുഷന്മാരെ കണ്ണ് ചെമ്പളം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്, അവരുടെ ശരീരം മറക്കണം, അതിൽ നിന്ന് അനിവാര്യമായും വെടിവാകുന്ന ഒഴിച്ച്. അതാണ് അതിനർത്ഥം. ഇല്ലാ മാ ളഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അതായത് മുഖവും 2 കൈകളും. ഇതേ ഒരു സ്ത്രീക്ക് പുറത്ത് കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ മുഖവും മുൻകൈകളും. ആരിഫ് ഹുസൈൻ ഖുർആൻ പഠിച്ചില്ല ഭായി. ഇസ്ലാം ഖുർആൻ പഠിച്ച ആൾ പുറത്ത് പോകൂല. അതല്ല വിഷയം. സൗദി പോലും ഹിജാബില്ല, പിന്നെയാണ് ഹിജാബിന് വേണ്ടി താങ്കൾ ഇവിടെ വാദിക്കുന്നത്. സൗദി പോലും GCC രാജ്യങ്ങളിലൊക്കെ രാജകുടുംബങ്ങളിലുള്ള സ്ത്രീകൾ പോലും ഹിജാബ് ധരിക്കുന്നില്ല, പിന്നെയാണ് അത് ഇവിടെ പെൺകുട്ടികൾ ധരിക്കണം, അത് മതപരമായിട്ടുള്ള അനിവാര്യതയാണെന്ന് പറഞ്ഞ് എന്താ അടിസ്ഥാനം? പക്ഷേ ശ്രീ അനിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 5 തത്വങ്ങളും GCC ചെയ്യുന്നുണ്ട്. സംസാരിക്കാരും അതിന്റെ ഇടയിൽ വേറെ പണിക്കരങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ല. ഞങ്ങളോട് സൗദി അറേബ്യക്കാർ എന്ത് ചെയ്യുന്നു, അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു, അത് നോക്കി നിങ്ങൾ പ്രവർത്തിക്കണം പറഞ്ഞിട്ടില്ല. പറയുമ്പോ ഇടപെടരുത്. നിങ്ങൾ ഇതിനിടയിൽ ഇടപെട്ടാൽ ഞാൻ ഇത് ആകെ കോളാക്കും. ഞാൻ ഈ ചർച്ചനെ ഞാൻ കൊളാക്കും. ഇപ്പൊ തന്നെ ഈ ചർച്ച എപ്പോഴെങ്കിലും സംസാരിച്ചോ? ഇല്ല, പറഞ്ഞോ. അതിന് മുന്നേ തിരിച്ചത് ആ പൊട്ടനെ, നിങ്ങൾ ആ പൊട്ടനെ കൊണ്ടുവരുന്നതിന് ഇതിനു വേണ്ടിയാ. മര്യാദക്ക് പഠിച്ച ഒരാളുകൾ കൊണ്ടുവരൂല. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ വിവരമുള്ള ആരിഫ് ഹുസൈൻ വേറെന്താ? ആരിഫ് ഹുസൈൻ തന്നെ പൊട്ടൻ വേറെന്താ? അത് പറയാൻ മടി. പറയാൻ വയ്ക്കൂല, പറയാൻ സമ്മതിക്കില്ല. എനിക്കറിയാം പറയാൻ സമ്മതിക്കുന്ന ആ ചങ്ങാനം ഉണ്ടായിരിക്കാൻ പറയും. പ്രായത്തിന് ആനുകൂല്യമൊന്നും വേണ്ട, പ്രായത്തിന് ആനുകൂല്യം വേണ്ട. ഞാൻ സംസാരിക്കാന്നാ മതി. മറുപടി ഇതാണ്. ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഖുർആനാണ് ഗൈഡൻസ്, മാർഗദർശനം. ഞങ്ങളോട് സൗദി അറേബ്യയിൽ എന്ത് നിന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ല, ഇറാനിൽ എന്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടില്ല. അത് മാറി മാറി വരും. ചിലപ്പോൾ നാളെ മറ്റ് പൂർണ്ണമായും ഇസ്ലാം വിരുദ്ധമായ ഭരണകൂടം അവിടെ വന്നേക്കും. വരില്ല എന്നുള്ളത് ഇടക്കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ വിധികളെങ്കിലും ഒന്ന് കാണേണ്ടതല്ലേ, ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതല്ലേ? നേരത്തെ ശ്രീജിത്ത് പണിക്കർ ഇവിടെ കോട്ട് ചെയ്തു. അദ്ദേഹം 2 ഹൈക്കോടതി വിധികൾ ഉദ്ധരിച്ചു. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോകും. അതാ സുപ്രീം കോടതി. ഇവിടെ ഇന്ത്യൻ ഭരണഘടന മതത്തിൽ വ്യക്തമായി വാദങ്ങൾ ഉദ്ധരിക്കുന്നത്. അവിടെ അതിനിടെ മുണ്ടായിരിക്കാൻ പറയും അവനോട് മുണ്ടായിരിക്കാൻ പറയും. ഇതിനിടെ സംസാരിക്കാൻ അവകാശം അതിനുവേണ്ടി ഇരുത്തിയ. അപ്പൊ ഈ ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം ആരായാലും ഉണ്ടായി. മതസ്വാതന്ത്ര്യം എല്ലാം പോട്ടെ പോരാ, ഉറപ്പ് തന്നെ. നിങ്ങളൊക്കെ ഇസ്ലാമിനെ ചീത്ത അറിഞ്ഞ് ആളായതല്ലാതെ ഈ ജനം ടി വി നിങ്ങളിങ്ങനെ പോക്കുന്നത്. നിങ്ങളെന്ത് ഇസ്ലാമ പഠിച്ച്? താങ്കളുടെ ആരാധകർ താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കം ടു ദ പോയിന്റ് പ്ലീസ്. അതുകൊണ്ടാണ് ഒട്ടും വിലയില്ലാത്ത അഭിപ്രായം ഞാൻ പറയട്ടെ, ദയവായി കേൾക്ക്.
അതായത് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സാധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ വെളിവാകുന്നത് ഒഴികെ, അതാണ് ഇല്ലാമല്ലാറാൻ മിൻ ഹാദർന, മുഖവും മുൻകൈയും, അതൊഴിച്ചുള്ള വസ്ത്രം ധരിക്കുക, അല്ല സ്വാതന്ത്ര്യമുണ്ട്. അപ്രകാരം ഒരു കുട്ടി സ്കൂൾ എന്താ മതിയായോ? അല്ല, അപ്പൊ ഒരേ ഒരു കുട്ടിയുടെ താല്പര്യം മാത്രം മാനിച്ചാൽ മതി. ആ സ്ഥാപനത്തിന്റെ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ, വിദ്യാലയത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യം ഒരേ കുട്ടി അതൊരു വിഷയമേ അല്ല എന്നാണ് ശ്രീ ഒ അബ്ദുള്ള, പരിണതപ്രജ്ഞനായ ഒ അബ്ദുള്ളയുടെ വാദം. ഓക്കെ, അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം അല്ല. ഞാനൊന്ന് ഇടപെടട്ടെ ഇതിൽ. ഈ ഇദ്ദേഹത്തിന്റെ അബ്ദുള്ളയുടെ വാക്കുകളിലേക്ക് ഒന്ന് ഇടപെടുകയാണ്. ഈ കുട്ടിക്ക് മുജാഹിദ് സ്കൂളില് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മറ്റ് ഇതര മതസ്ഥരെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നത്? മുജാഹിദ് എന്ന് പറയുന്ന സ്കൂളിൽ അവിടെ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടി പഠിക്കാനുള്ള അവസരം ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മറ്റ് തീർച്ചയായിട്ടും ഇസ്ലാമിനെ പ്രഹരിക്കാൻ വേണ്ടി